അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ട് നമുക്ക് ഉദാഹരണങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ നല്ല മനുഷ്യർക്കുള്ള ഉദാഹരണവും ചീത്ത മനുഷ്യർക്കുള്ള ഉദാഹരണവും, നല്ല കർമ്മങ്ങൾക്കുള്ള ഉദാഹരണവും ചീത്ത പ്രവർത്തനങ്ങൾക്കുള്ള ഉദാഹരണവും അള്ളാഹു വിശദമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് പലതിനോടും ഉപമിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക, അല്ലെ? കൃഷിയോട് ഉപമിച്ച്, മഴയും മണ്ണുമായിട്ട് ഉപമിച്ച്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പലതും ചിന്തിപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അപൂർവമായി മാത്രമാണ് മനുഷ്യരെ, നിങ്ങൾക്ക് ആ രണ്ട് മനുഷ്യരിൽ നല്ല മാതൃകകളുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെയും ലോക ജനതക്ക് മുഴുവനായിട്ട് ഇതാ ഞാൻ രണ്ടാളുകളെ മാതൃകയായിട്ട് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ചീത്ത ഉദാഹരണമായിട്ട്, നിങ്ങൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ലാത്ത രണ്ട് സ്വഭാവക്കാരുടെ ഉദാഹരണമായിട്ട് ഇതാ വേറെ രണ്ടുപേരെ ഉദാഹരണമായിട്ട് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞ് രണ്ട് പേഴ്സണാലിറ്റിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആനിൽ പല ആളുകളെയും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. പല മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രീതിയിൽ അവരെക്കുറിച്ച് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നേർക്ക് നേരെ പേരെടുത്ത് പറഞ്ഞ് അള്ളാഹു ഇതുവരെ ജനിക്കാനിരിക്കുന്ന, ഇനി ജനിക്കാനിരിക്കുന്നതും ഇതുവരെ ജനിച്ചതുമായ സകല മനുഷ്യർക്കുമുള്ള, സത്യവിശ്വാസികൾക്കുള്ള, സത്യനിഷേധികൾക്കുള്ള ഉദാഹരണമായിട്ട് അള്ളാഹു രണ്ട് ഉപമകൾ പറയുന്നതിനെയാണ് രണ്ട് ക്ലാസ്സുകളിലായിട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിലാണ് ഈ ഒരു ഉദാഹരണം പറയുന്നത്. അതിന്റെ ആയത്തിൽ 10ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ വഖീല ദഖുലാ അന്നാറ മഅദ്ദാഖിലീൻ. നിഷേധികളുടെ കാര്യത്തിൽ അള്ളാഹു നൂഹിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും പത്നിമാരെ ഇതാ നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞു തരുന്നു. നമ്മുടെ അടിമകളിൽ സച്ചരിതരായ രണ്ട് അടിമകളുടെ ഭാര്യയായിരുന്നു അവർ, ഇണകളായിരുന്നു അവർ. എന്നാൽ ഇരുവരും ഭർത്താക്കളെ വഞ്ചിച്ചു. ആ ഭർത്താക്കന്മാർ അള്ളാഹുവിനെതിരിൽ അവർക്ക് ഒട്ടും പ്രയോജനപ്പെട്ടില്ല. ഇരുവരോടും പറയപ്പെട്ടു, ഈ രണ്ട് സ്ത്രീകളോടും പറയപ്പെട്ടു, നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നവരോടൊപ്പം നരകത്തിലേക്ക് പോയിക്കൊള്ളുക. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ഭാര്യമാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് ഉദാഹരണമായിട്ട് ഈ സൂറത്തിൽ പറയുന്നത്. സൂറത്ത് തഹ്രീം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ആരോ ഒരാൾ ആ പത്നിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു രഹസ്യം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഏതോ വേറൊരു ഭാര്യക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇങ്ങനെ ചെയ്തു, അത് തെറ്റാണ്, അത് പാതകമാണ്. അതിനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രവാചകന്റെ ഭാര്യയായിട്ട് തുടരാൻ, ഇണയായിട്ട് തുടരാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇണ തൻ്റെ ഇണ പ്രവാചകനാണ്, അദ്ദേഹത്തിനോടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഇങ്ങനെയാണ് ഈ സൂറത്തിൻ്റെ കുറേ ആയത്തുകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ തെറ്റിനെ വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ഭാര്യമാരും ചെയ്തത് ഒരേ തെറ്റാണ്. ഈ തെറ്റിന് ഉപമയായിക്കൊണ്ടുകൂടിയാണ്. എന്നാൽ അവർക്ക് മാത്രമല്ല, അവരോട് മാത്രമല്ല പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് മാത്രമല്ല പറയുന്നത്, മറിച്ച് ലോകത്തെ മുഴുവൻ മനുഷ്യരോടും രണ്ടാളുകളെ കുറിച്ച്, നിങ്ങൾക്ക് ഏറ്റവും മോശമായ രണ്ടാളുകളെ ഞാനിതാ സത്യനിഷേധികൾക്കുള്ള ഏറ്റവും വലിയ ഉപമ ഞാൻ രണ്ടാളുകളെ കുറിച്ച് പറയുകയാണ്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ചെയ്ത തെറ്റെന്താണ്? ഇതിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ രണ്ടുപേരും അവരുടെ ഇണകളായ പ്രവാചകന്മാരെ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് വഞ്ചിച്ചതെന്ന് വെച്ചാൽ വേറൊരാളും കൂടെ ജീവിക്കാൻ തുനിഞ്ഞു വഞ്ചിച്ചോ എന്നല്ല, മറിച്ച് ഇവരെന്ത് ചെയ്തു? ഈ പ്രവാചകന്മാരെ ഇവിടെ രഹസ്യങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു. അഥവാ രഹസ്യം സൂക്ഷിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു അവർ. രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല.
ഈ പ്രവാചകന്മാർ നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെയും ഭാര്യമാര് അവരിൽ വിശ്വസിച്ചിരുന്നില്ല. സത്യനിഷേധികളോടൊപ്പമായിരുന്നു. നിരന്തരമായിട്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നൂഹ് നബി അലൈഹി ഇസ്ലാം ഏകദേശം 950 വർഷമാണ് ധാരാളമായിട്ട് പ്രബോധനം ചെയ്തത്. അപ്പൊ അത്ര വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ഇണ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, ഇണ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ആരാണോ വിശ്വസിക്കുന്നത്, നൂഹ് നബി അലൈഹി ഇസ്ലാമയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഡാറ്റ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് സത്യനിഷേധികളായ ആളുകൾക്ക് ഷെയർ ചെയ്തിരുന്നു, പോയി പറഞ്ഞിരുന്നു. ഇന്ന ആളുകളൊക്കെ നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ കൂടെ ഉണ്ടിട്ടോ എന്ന് പറയുകയും ചെയ്തിരുന്നു അത്ര. വേറൊന്ന് പറയുന്നത്, അവർ ധാരാളമായിട്ട് പരിഹസിച്ചിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം ഒരു മലമുകളിൽ ഇരുന്നിട്ട് ഒരു വലിയ കപ്പലുണ്ടാക്കുന്നുണ്ട്. ആദ്യത്തെ പേടകം, ആദ്യത്തെ കപ്പൽ. ഇത് കപ്പലുണ്ടാക്കുന്ന സമയത്ത് ജനങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്താണ് നൂഹിന് ഭ്രാന്തായോ? എന്തു പറ്റി? ബുദ്ധി തകരാറ് സംഭവിച്ചോ? എന്ത് പറ്റി? എന്തിനാണ് നൂഹ് കടലില്ലാത്ത ഒരിടത്ത് കപ്പലുണ്ടാക്കുന്നത്? എന്തിനാണ്? ഈ മണലിൽ ഒഴുക്കാൻ വേണ്ടിയാണോ? മണലിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്നിട്ട് ധാരാളമായിട്ട് പരിഹസിക്കുന്നുണ്ട്. ആ പരിഹസിക്കുന്നവരുടെ കൂടെ നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യയും ഇണയും ചേർന്നു എന്നാണ്. എന്നിട്ട് ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നു? നൂഹ് നബി അലൈഹി ഇസ്ലാമയെ പരിഹസിക്കുകയും ചെയ്തു എന്നതാണ് അവർ ചെയ്ത വലിയ ഒരു തെറ്റ്. അപ്പോൾ രഹസ്യം സൂക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമയ്ക്ക് വല്ലാത്ത ആശ്വാസമാകേണ്ടുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി. സമാധാനിപ്പിക്കേണ്ടുന്ന ആളായിരുന്നു. അള്ളാഹു താങ്കളെ കൈവിടിയില്ലെന്ന് പറയേണ്ട ആളായിരുന്നു. ആകെയുള്ള വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷെ ചെയ്തതാണെങ്കിലോ നേരെ തിരിച്ചു. അല്ലേ? നമ്മൾ നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക, അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല എന്നാണ്. ആ മകൻ അവസാനം ഇങ്ങനെ പേടകം ഉണ്ടാക്കി, കപ്പലുണ്ടാക്കി, എല്ലാവരും പരിഹസിച്ചു. ഒടുവിൽ അള്ളാഹുവിൻ്റെ നിശ്ചയം എന്നോണം പ്രളയം സംഭവിച്ചു. പ്രളയമാകെ വന്നു മൂടിയപ്പോൾ മലയിലേക്ക് കയറി രക്ഷപ്പെടാമെന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ മകൻ വിചാരിച്ചു. പക്ഷേ രക്ഷപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ഓരോ ജീവജാലങ്ങളെയും അതിൻ്റെ പേരിനടക്കം, ഇപ്പോൾ ഒരു ആൺ ഒട്ടകം, ഒരു പെണ്ണൊട്ടകം, അല്ലെങ്കിൽ ഒരു ആൺകുതിര, ഒരു പെൺകുതിര, ഇങ്ങനെ ഓരോ ജീവജാലങ്ങളിലെയും ഓരോ പേരനെയും സത്യവിശ്വാസികളെയും എന്ത് ചെയ്തു? ഈ കപ്പലിലേക്കാക്കി അദ്ദേഹം രക്ഷപ്പെട്ടു അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. ആ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യയും മകനും എന്ത് ചെയ്തു? പ്രളയത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തു, രക്ഷപ്പെട്ടില്ല. അഥവാ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവരെ നശിപ്പിച്ച സമയത്ത് ഈ പ്രവാചകനായിരുന്നു എന്നതുകൊണ്ടൊന്നും അവർക്ക് എന്ത് ചെയ്തില്ല? അവരുടെ ഇണകൾ പ്രവാചകരായിരുന്നു എന്നതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. ഇത് തന്നെയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെയും. ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഞ്ചിച്ചു എന്നാണ്. രണ്ടുപേരും വഞ്ചിച്ചു അവരുടെ ഇണകളെ. എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ അടുക്കലേക്ക് പുരുഷന്മാരായിക്കൊണ്ടാണ്, ഒരു പുരുഷനായിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ആ ആളുകളോട് പറഞ്ഞതാ, ഇന്ന് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവിടെ ലൂത്ത് നബിയുടെ ജനത ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ വീട്ടിൽ പോയിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? വിവാഹം ചെയ്തു തരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിഥികളെ കുറിച്ച് പറഞ്ഞു. മാത്രമല്ല, ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയെ വിശ്വസിക്കുവാൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യ തയ്യാറായില്ല. എന്ന് പറഞ്ഞാൽ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ കുടുംബം പലപ്പോഴും അവരുടെ അടുക്കിലേക്ക് വരുന്ന ആളുകൾ, അവർ സംസാരിക്കുന്ന വർത്തമാനങ്ങൾ ഇപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുടുംബത്തിലെ വീട്ടിലെ ഒരാളാണ്. ചതിക്കാൻ ഏറ്റവും പറ്റും അവർക്കായിരിക്കും. കാരണം ഇവർ നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. വീട്ടിൽ വരുന്ന അതിഥികൾ ആരൊക്കെയാണെന്ന് അറിയുന്നുണ്ടാകും. ഇപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, കുടുംബത്തിലെ ഒരാൾ ഒരു നേതാവിനെ ചതിക്കാൻ തീരുമാനിച്ചാൽ പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് കൂടിയാണ് ഇവർ വഞ്ചിച്ചിരിക്കുന്നു, ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് സത്യനിഷേധികൾക്കുള്ള ഉദാഹരണം ഈ രണ്ട് സ്ത്രീകളാണ്. ലൂത്തിൻ്റെയും നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെയും ഭാര്യമാരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ഉപമയിൽ അള്ളാഹു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വലിയൊരു തറവാട്ടുകാരായിരിക്കാം, അല്ലേ? ഇന്ന ആളിൻ്റെ മകളായിരിക്കാം. ഇന്ന പ്രവാചകന്റെ മകനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇന്ന തറവാട്ടിലെ കുട്ടിയാണ് ഞാൻ, രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ് ഞാൻ, രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ എൻ്റെ ഉപ്പ സാലിഹായ മനുഷ്യനായിരുന്നു, അതുകൊണ്ട് മകനായ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞു വെക്കുന്നത്,
നരകത്തിലേക്ക് പോകുന്നവരുടെ കൂടെ നിങ്ങളും പോവുക. കാരണം അവനവൻ ചെയ്യേണ്ടുന്ന കർമ്മം അവനവൻ ചെയ്യണം. റസൂലുള്ളാഹി അതുകൊണ്ടാണ് മകൾ ഫാത്തിമ ബീവി ഉപദേശിക്കുന്നുണ്ട് അല്ലേ, മോളെ നിന്റെ സ്വർഗം നീ ഉറപ്പിക്കണം, നീ നരകത്തിൽ നിന്നും രക്ഷ തേടുവാൻ വേണ്ടിയുള്ള പണിയും നീ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തുക, നരകത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഉപ്പ പ്രവാചകനാണെന്നോ എൻ്റെ ഇണ പ്രവാചകനാണെന്നോ എന്ന് പറഞ്ഞിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മളുടെ കുടുംബ മഹിമയോ തറവാട്ട് മഹിമയോ സമ്പത്തോ എൻ്റെ ഉപ്പയുടെയോ ഇണയുടെയോ മകൻ്റെയോ ഒന്നും എന്നെ രക്ഷിക്കാൻ പോന്നതല്ല. ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ, എൻ്റെ സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങൾ ഞാൻ തന്നെ ചെയ്യണം, എന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള പണിയും ഞാൻ തന്നെ ചെയ്യണം എന്ന പല തലങ്ങൾ ഈ ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഖുർആനിൽ ഇങ്ങനെ ചില ഇണകളെ കുറിച്ച് കൂടി പറയുന്നുണ്ടല്ലേ. അബൂജഹലിൻ്റെ അബൂജഹലിനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും പറയുന്നുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. നിങ്ങളൊക്കെ പഠിച്ച സൂറത്താണത്. നശിച്ചു പോവട്ടെ എന്നാണ് പറഞ്ഞത്. എന്നാൽ അബൂലഹബ് നിരന്തരമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരിച്ച സമയത്തൊക്കെ പ്രത്യേകിച്ച് കുറ്റിയറ്റവനെ, വേരറ്റവനെ, ആൺമക്കളൊന്നും ഇല്ലല്ലോ, ഇനി നിന്റെ നാമം തന്നെ, നിന്റെ പേര് തന്നെ ഇല്ലാണ്ടായി പോകും, നിന്റെ സന്താന പരമ്പരയില്ല, നിന്റെ വേരറുത്തു, നിന്റെ കുറ്റിയറ്റുപോയി, എനിക്കിനി മക്കളോ പേരക്കുട്ടികളോ അല്ലേ ഒക്കെ ആയിട്ട് മുഹമ്മദിൻ്റെ പേരക്കുട്ടികൾ എന്ന് പറയാൻ പോലും ആരും ഇല്ലല്ലോ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ചിരുന്നു. ഭാര്യയാണെങ്കിലോ ഹമ്മാലത്തുൽ ഹത്തബ്, വിറക് ചുമട്ടുകാരി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകളോട് പരദൂഷണം പറയുകയും പ്രവാചകൻ്റെ വീട്ടുമുറ്റത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും പ്രവാചകനെക്കുറിച്ച് നിരന്തരമായി നടന്നു പോയിട്ട് ആളുകളുടെ മനസ്സിൽ തീയിടുകയും ചെയ്യുന്ന ഒരു പണിയാണ് അവർ ചെയ്തതെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തികളെക്കുറിച്ച് അത്രമാത്രം രൂക്ഷമായിട്ട് പറഞ്ഞ വേറൊരു സൂറത്ത് ഇതാണ്. ആ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്ന ഖുർആനിൻ്റെ ഒരു ഭാഷയുണ്ട്, അത് മാന്യതയുടെ ഭാഷയാണ്. എന്നാൽ അള്ളാഹു ലോകത്തുള്ള സകല സത്യനിഷേധികൾക്കും ഉദാഹരണമായിട്ട് ഇതാ 2 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്ത് തഹരീം എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ അടുത്ത് നിന്നും ചില തെറ്റുകൾ സംഭവിച്ചപ്പോൾ, അവർ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അതിലേക്ക് കൂടി ചൂണ്ടിയിട്ടാണ് കഴിഞ്ഞ 2 പ്രവാചകന്മാരുടെ കുടുംബത്തിലെ അവരുടെ ഇണകളെക്കുറിച്ച് ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബം, തറവാട്ട് മഹിമ. നിങ്ങളൊന്ന് പഠിച്ച് കുറേ കാലമൊക്കെ കഴിഞ്ഞ് വലിയ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ജാതീയത എന്ന് പറഞ്ഞ ഒന്ന് അല്ലേ, ഡിസ്ക്രിമിനേഷൻ. കറുത്തവൻ്റെ മകൻ അല്ലെങ്കിൽ ചെരുപ്പ് തുന്നി, ഇങ്ങനെ ജോലിയുടെ തരത്തിൽ വിവേചനം കാണിക്കപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ നിറത്തിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ബ്രാഹ്മണർ, നമ്പൂതിരി, എങ്ങനെ താഴേക്കിടയിലുള്ള മനുഷ്യർ, ചെറുമി. അപ്പോൾ ഞങ്ങളൊക്കെയും സ്വർഗത്തിന് അവകാശികളാണ്, ഞങ്ങളൊക്കെയാണ് ശ്രേഷ്ഠർ, ഞങ്ങളുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവർ ശ്രേഷ്ഠരാണ് എന്നതിനപ്പുറത്ത് ഏത് മനുഷ്യനാവട്ടെ, അത് അവൻ എവിടെ ജനിച്ചവനാവട്ടെ, ഏത് നിറത്തിലും വർണ്ണത്തിലും ഏത് കൂട്ടരിലും ഏത് തറവാട്ടിലും ജനിച്ചവനാവട്ടെ, അവൻ ചെയ്യുന്ന കർമ്മം നല്ലതാണെങ്കിൽ സ്വർഗവും അവൻ ചെയ്യുന്ന കർമ്മം തെറ്റാണെങ്കിൽ നരകവും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ വലിയൊരു മെസ്സേജാണിത്. നിലവിൽ ഈ പറയുന്ന പോലെ പലരും ധരിച്ചു വച്ചിരിക്കുന്ന പോലെയൊന്നല്ല. ഒരു കെട്ട മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഇണയുടെ കീഴിൽ ജീവിക്കുന്ന ആൾ പക്ഷേ ഏറ്റവും നന്നായി ചെയ്താൽ അവന് സ്വർഗമുണ്ട്. ആ ആയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഏതായിരുന്നാലും നിങ്ങളുടെ പഠനമൊക്കെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകട്ടെ. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശാലമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നവരെ ആഖിറദാവാന അൽഹംദുലില്ലാഹ് സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.